മോർണിംഗ് ഓൾ. ഞാൻ ഷാജി കുര്യൻ, സോഷ്യോ പ്രീനിയർ എന്ന ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്തി, വെൽത്തി, ഹാപ്പി ആൻഡ് പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ ആളുകളെ സഹായിക്കുന്നു. എൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സോഷ്യോ പ്രീനിയറാണ്. ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്ത കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, എങ്ങനെ ഹെൽത്തി ആയിട്ടും വെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും പീസ് ഓഫ് മൈൻഡോടെ ജീവിക്കാൻ സാധിക്കും. എന്താണ് പീസ് ഓഫ് മൈൻഡ്? പീസ് ഓഫ് മൈൻഡിനെ കുറിച്ച് എങ്ങനെ നമുക്ക് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ സാധിക്കും? അതിന് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ സാധിക്കാത്തതിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക. നമ്മുടെ മനസ്സമാധാനത്തെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മനസ്സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് മനസ്സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടുന്ന ഘടകങ്ങൾ? ഒന്നാമത്തെ കാര്യം നമ്മുടെ ഹെൽത്ത് പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ ഹെൽത്തി ആണെങ്കിൽ തന്നെ നമുക്ക് മനസ്സമാധാനത്തിൽ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട്, അപ്പോൾ ആ തോന്നലോട് മാത്രം മതി നമുക്ക് കുറച്ച് മനസ്സമാധാനം. പിന്നെ ഉള്ള മനസ്സമാധാനത്തെ ഖനിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ലഭിക്കുന്ന ഇൻകം സോഴ്സ്. ആ ഇൻകം സോഴ്സ് സ്ഥിരമായിട്ട് ഉണ്ടായിരിക്കും എന്നും നമ്മൾക്ക് ആവശ്യമുള്ള ഇൻകം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു തോന്നലിൽ കൂടി നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഉള്ള ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സഫീഷ്യൻ്റ് ഇല്ല, നമുക്ക് തികയുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന പ്രശ്നം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജന്മം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മൾ ജനിച്ച് തുടക്കം മുതൽ നമ്മൾ പഠിച്ചതും നമ്മൾ ഇതുവരെ ജീവിച്ചതും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ബേസിക്കലി നമ്മൾ ചെയ്യുന്ന 24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയം ഒഴികെ ബാക്കിയെല്ലാം നമ്മളുടെ ഇൻകം സോഴ്സ്, നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊന്ന് നോക്കുക. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുന്നതുവരെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരു വരുമാനം ഉണ്ടാക്കാൻ. അത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചില്ല. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ചെയ്യുന്ന വരുമാനം ഉണ്ടാക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീട്ടിലിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. ഏറ്റവും വലിയ കാര്യം ചെയ്യുന്ന വീട്ടിലെ ഒരു കുടുംബം നോക്കുന്നതാണ് എന്നുള്ളത് ആദ്യം സ്ത്രീകൾക്ക് മനസ്സിലാക്കുക. അതൊരു മനസ്സമാധാനം അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ട് പിന്നെ സന്തോഷം എങ്ങനെ ഉണ്ടാവുക? നമ്മൾ പലരും വിചാരിക്കും നമ്മൾ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു കോമഡി സിനിമയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില സീൻസൊക്കെ ഓർത്ത് നമുക്ക് ചിരിക്കാൻ സാധിക്കും. അതർവൈസ് ഒരു സിനിമ പോകുമ്പോൾ ഉള്ള സന്തോഷം ചിലപ്പോൾ വന്നു കഴിയുമ്പോൾ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളൊരു ടൂർ പോയി കഴിഞ്ഞാൽ ആ ടൂർ പോകാൻ നമ്മൾ തീരുമാനിക്കുക, നമ്മൾ ടൂർ പോകണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം വരും. നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ആ സന്തോഷം ഉണ്ടാവും. നീ എവിടെ പോകണം, എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ ആർഗ്യുമെന്റ്സ് വരുമെങ്കിൽ കൂടി ടൂർ പോകാം എന്ന് തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് ആളുകൾക്ക് നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുന്നത്. നമ്മൾ നോക്കുക, പോകുമ്പോൾ സന്തോഷമാണ്. നമ്മൾക്ക് പാക്ക് ചെയ്യാനും അതിനുവേണ്ടി ബുദ്ധിമുട്ടാനും നേരത്തെ എഴുന്നേൽക്കാനും. സാധാരണ ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ കൂടി നമ്മളൊരു ടൂർ പോവുകയാണെന്ന് തീരുമാനിച്ച് ടൂർ പോകാൻ നേരത്തെ എല്ലാവരും നേരത്തെ എഴുന്നേൽക്കാനും വളരെ എക്സൈറ്റഡ് ആയിട്ട് എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി നമ്മൾക്ക് പ്ലാൻ ചെയ്തതനുസരിച്ച് പോകാൻ തയ്യാറാവും. ഇനി നമ്മൾ ആ ടൂറിന് പോയി അവിടെ എത്തിക്കഴിയുമ്പോൾ ഉള്ള അവസ്ഥ നോക്കുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ, നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊരു അക്കോമഡേഷൻ ലഭിച്ചില്ലെങ്കിൽ അതിനൊരു പ്രൂഫ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ചെന്ന് കഴിയുമ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമ്മളിപ്പോൾ ഹൈ റേഞ്ചിലേക്ക് പോകുന്നെങ്കിൽ ഇത് എവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണല്ലോ, എല്ലായിടത്തും ഈ കാപ്പിത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ മലയും കുന്നുമല്ലേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ആളുകൾ വരാറുണ്ട്. എന്നാലും ആ ടൂർ പോകാൻ തീരുമാനിച്ച അവസ്ഥ അല്ലെങ്കിൽ മാനസികാവസ്ഥ ആയിരിക്കില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ. പിന്നെ അവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ വീട്ടിലെ പണിയൊന്നുമില്ല, വേറെ ജോലിക്കൊന്നും പോകുന്നില്ല എന്നുള്ളതൊരു സന്തോഷം അവിടെ ആയിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവും. ഇനി നമ്മൾ ആ തിരിച്ചു വന്നിട്ടുള്ള ഒരു അവസ്ഥ നോക്കുക. തിരിച്ചു വരുമ്പോഴത്തേനും എല്ലാവരും ടയേർഡാവും. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ വയ്യ, നേരെ കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ആ ടൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ സന്തോഷം ഇല്ലാതാവുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഞാൻ ഈ പറയുന്നത് ശരിയാണ്. അതുപോലെ എന്ത് കാര്യം, നിങ്ങളിപ്പോൾ ഒരു പുതിയ കാർ വാങ്ങിക്കുന്നു തീരുമാനിക്കുമ്പോഴാണ് സന്തോഷം. കാർ വാങ്ങിച്ച് വീട്ടിലെത്തുമ്പോഴും സന്തോഷം ഉണ്ടാവും. അതിലാദ്യമൊക്കെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ സന്തോഷമാവും. അത് ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞ്, 3 ആഴ്ച, 1 മാസം, 1 വർഷം കഴിയുമ്പോൾ അതിനോടുള്ള എക്സൈറ്റ്മെന്റ് തീരും. അപ്പോൾ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും സന്തോഷം കിട്ടുന്നത് വളരെ ചെറിയ. അപ്പോൾ കണ്ടിന്യൂസ്ലി ഓരോ കാര്യങ്ങളും സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരും.
പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് സന്തോഷം ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം, നമ്മൾ മുഖാന്തരം കുറച്ച് ഫാമിലി അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾ, ഫാമിലികൾ നമ്മൾ മുഖാന്തരം ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതാണ് നമ്മൾക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന സ്ഥിരമായിട്ടുള്ള ഒരു സസ്റ്റൈനിങ് ആയിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നതാണ്. നമ്മൾ വഴി കുറച്ച് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടാൻ സാധിച്ചു എന്ന് ആരെങ്കിലും, എത്ര ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾക്ക് നൽകും. അതായത് നമ്മളുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചതിന് ഒരു പർപ്പസ് ഉണ്ടായി എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥ സന്തോഷം, ഒരു സസ്റ്റൈനിങ് ആയിട്ടുള്ള ഹാപ്പിനെസ്. സസ്റ്റൈനിങ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട്, യെസ്, ഇത്ര ആൾക്കാർക്ക്, എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളാണെങ്കിലും, യെസ്, പപ്പയാണ് കാര്യങ്ങൾ ചെയ്ത്, പപ്പയാണ് കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷം കുടുംബത്തിൽ നിന്നുണ്ടാകുമ്പോൾ തന്നെ അത് വലിയ സന്തോഷമുള്ള ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ തന്നെയാണ് മക്കളും. അപ്പോൾ നമ്മളൊരു ബിസിനസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എന്താണ് ബിസിനസ്? ആളുകൾ നോക്കുന്ന ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ആകെപ്പാടെ ഒരു ഷോപ്പ് തുറന്ന് ഇരുന്ന് കച്ചവടം ചെയ്യുന്ന വ്യക്തി ആണ് ബിസിനസ്സുകാരെന്നാണ് നമ്മൾ ഇവിടെ മലയാളികളെ സംബന്ധിച്ചുള്ളത്. ബിസിനസ്സുകൾ ഏതെല്ലാം തരത്തിലുണ്ട് നോക്കാം. ബിസിനസ് എന്ന് പറയുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ബിസിനസ്? ഐഡന്റിഫൈ ദി നീഡ് ഓഫ് പീപ്പിൾ ആൻഡ് പ്രൊവൈഡ് സൊല്യൂഷൻ ത്രൂ പ്രൊഡക്ട്സ് ഓഫ് സർവീസസ് ആൻഡ് ഗെറ്റ് എ റിന്യൂമറേഷൻ. ദാറ്റ് ഈസ് ബിസിനസ്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും, അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ ആവശ്യമനുസരിച്ചുള്ള സർവീസോ പ്രൊഡക്റ്റോ അവർക്ക് നൽകുന്നതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ആരാണ് ബിസിനസ്സുകാരെന്ന് നമുക്ക് നോക്കാം. ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ബിസിനസ്സുകാരാണ്. who are doing anything for a remuneration, salary, commission, incentive, etc. all are in business. എന്താണ്? അതായത് ഒരു വരുമാനത്തിന് വേണ്ടി നമ്മൾ സ്കൂളിൽ പോയി പഠിച്ച് ഒരു ജോലി കിട്ടാൻ വേണ്ടി പഠിക്കും. എന്തൊരു ജോലി കിട്ടുന്നത്? വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ പഠിക്കാൻ മിടുക്കറില്ലാത്ത ആൾക്കാർ വേറെ കാര്യങ്ങൾക്ക് പോകുന്നു, നല്ല മിടുക്കന്മാർ വലിയ ജോലി സമ്പാദിക്കുന്നു. ഇതൊക്കെ ജോലിയാണ്. അപ്പോൾ അതൊരു സാലറീഡ് ജോബ് എന്നാണ് ആൾക്കാർ പറയുന്നത്. ബട്ട് നമ്മൾ സാധാരണ പറയാം, നീ നിന്റെ പണി നോക്കുക എന്ന് പറയുന്നില്ലേ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്, ഓരോ വ്യക്തികളും ചെയ്യുന്നത് നമ്മളുടെ ഓരോരുത്തരെയും ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ നോക്കുക, മെത്തേഡ്സ് ടു ഏൺ മണി. എന്തൊക്കെയാണ് മെത്തേഡ്സ്? എംപ്ലോയി എന്ന് പറയുന്ന ആരാണ്? ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഒരു എംപ്ലോയി എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരു വ്യക്തി ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്നു, അതായത് സാലറി കിട്ടുന്നത്. അത് ഏതൊരു വ്യക്തിയാണെങ്കിലും, ഇപ്പോൾ കളക്ടർ ആണെങ്കിലും അയാൾ ഒരു എംപ്ലോയി ആണ്. ഗവൺമെന്റിന് ആരുടെയെങ്കിലും മിനിസ്ട്രിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കളക്ടർ, അല്ലെങ്കിൽ ഒരു തഹസിൽദാർ, അല്ലെങ്കിൽ സ്കൂൾ ടീച്ചർ. ഇവരൊക്കെ എന്തായി ചെയ്യുന്നത്? ലോകത്തിലെ ആവശ്യമുള്ള, മറ്റുള്ളവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഒരു തഹസിൽദാർ ജോലിക്കാരാണ്, അദ്ദേഹം ഒരു സർവീസാണ് ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അത് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള എന്തും അദ്ദേഹം ചെയ്യുന്നത് പൊതുജനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതൊരു സർവീസ് അവർ ചെയ്യുന്നു, അതിനുള്ള സാലറി സർക്കാർ കൊടുക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ടീച്ചേഴ്സ് എന്താണ് ചെയ്യുന്നത്? ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നു. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ആവശ്യം എന്താണ്? അവർക്ക് അറിവ് കിട്ടുക, കാര്യങ്ങൾ ജീവിക്കാൻ വേണ്ടി, ഒരു ജോലി ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല നിലയിലെത്താൻ വേണ്ടി ഉള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ പഠിക്കുന്നു. അപ്പം ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അവരുടെ സർവീസായ അവരുടെ എഡ്യൂക്കേഷനും അവരുടെ ടൈമും അവിടെ കൊടുത്തുകൊണ്ട് അവരുടെ ഒരു ഇൻകം ജനറേറ്റ്. അവരെ എല്ലാം പറയുന്നത് ഒരു എംപ്ലോയിയാണ്. ഇനി നോക്കാം, അടുത്ത വ്യക്തി ആരാണ്? സെൽഫ് എംപ്ലോയി. ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, എല്ലാവരും ജോലിക്കാരാവുന്നില്ല, കുറച്ച് പേര് സെൽഫ് എംപ്ലോയി. ആരാണ് സെൽഫ് എംപ്ലോയി എന്ന് പറയുന്നത്? സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരു സെൽഫ് എംപ്ലോയി ആണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ, ഒരു അഡ്വക്കേറ്റ് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസോ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് എല്ലാം കൂടി പ്രാക്ടീസ് ചെയ്യുന്നു, അദ്ദേഹം ഒരു സെൽഫ് എംപ്ലോയി ആണ്. ഒരു എഞ്ചിനീയർ സ്വന്തമായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഞ്ചിനീയറിംഗ് ഫേം നടത്തുന്ന, അതൊരു സെൽഫ് എംപ്ലോയി ആണ്. നമ്മൾ കാണുന്ന ഈ കച്ചവടക്കാർ അല്ലെങ്കിൽ ബിസിനസ്സുകാരെന്ന് നമ്മൾ കണക്കാക്കുന്ന ട്രേഡേഴ്സ്, ഒരു ഷോപ്പ് തുറന്നിരുന്ന് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളെല്ലാം സെൽഫ് എംപ്ലോയീസ് ആണ്. അപ്പോൾ സെൽഫ് എംപ്ലോയീസിൻ്റെ പ്രത്യേകത അവനവൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവനവൻ ചെന്ന് കാര്യങ്ങൾ നടത്തുമ്പോൾ
മാത്രം അവർക്ക് വരുമാനം ലഭിക്കുന്ന ഒരു അവസ്ഥയുള്ള വ്യക്തികളെല്ലാം സെൽഫ് എംപ്ലോയി എന്ന് പറയാം. ഒരു ഡെന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ പോയി അദ്ദേഹം പോയി ഇരുന്നാലേ അയാൾക്ക് വരുമാനം ലഭിക്കുള്ളൂ. അസിസ്റ്റൻസ് ഉണ്ടായി, അങ്ങനെ കൂടുതൽ അസിസ്റ്റന്റ് ഉണ്ടായി അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് മാറി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പോയി ഇരുന്ന് ചെയ്യുന്ന ഒരു കാര്യത്തിന് അവരെ സെൽഫ് എംപ്ലോയി എന്ന് പറയും. ഇനി നോക്കുക, അടുത്ത വ്യക്തി ആരാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബിഗ് ബിസിനസ്. എന്താണ് ബിഗ് ബിസിനസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആൾക്കാർ വിചാരിക്കുന്ന ബിസിനസ്, നമ്മളൊരു ഷോപ്പ് തുറന്നിരുന്ന് കച്ചവടം ചെയ്യുന്ന വ്യക്തികളെല്ലാം ബിസിനസ്സുകാരാണ്. അവർ സെൽഫ് എംപ്ലോയി ആണ്. നിങ്ങൾ പോയി ഷോപ്പ് തുറന്ന് അടയ്ക്കുന്നവരെ അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനല്ല, സെൽഫ് എംപ്ലോയി ആണ്. നിങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കാൻ ഒരു സെൽഫ് എംപ്ലോയി ആണ്. ഒരു ഡെന്റിസ്റ്റ് വന്നിട്ട് അവരുടെ സ്റ്റാഫ് പോയി തുറന്നു, ആ ഡെന്റിസ്റ്റ് ഒരാഴ്ചത്തേക്ക് അവിടെ നിന്ന് മാറി നിന്നാലും ആ ഡെന്റൽ ക്ലിനിക്ക് നന്നായി നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ബിഗ് ബിസിനസ്. അതേസമയം ആ ഡെന്റിസ്റ്റോട് പോകാതെ ഡെയിലി പോയി വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈസ് ഇൻ സെൽഫ് എംപ്ലോയ്മെന്റ് കാറ്റഗറി. അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ഒത്തിരി കുറേ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് മാറി നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈസ് ഓൾസോ സെൽഫ് എംപ്ലോയി. ഒരു ബിഗ് ബിസിനസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നിങ്ങൾ കുറേ അധികം എംപ്ലോയീസ് ഉണ്ടായിരിക്കുക, ആ എംപ്ലോയീസ് വഴി ഒരു സംവിധാനം ഉണ്ടാവുകയും ആ സംവിധാനം വഴി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ ബിസിനസ് സംരംഭം നടക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ നിന്ന് ഒരു മാസത്തേക്ക് മാറി നിന്ന് ഒരു ടൂറ് പോയി 2 ആഴ്ചത്തേക്ക് ടൂറ് പോയാലും നിങ്ങളുടെ സ്ഥാപനം അതേപോലെ നടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം വളരുകയും അതിൽ നിന്ന് വരുമാനം കൂടുതലാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുള്ള ഒരു സംവിധാനം മാത്രമാണ് ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇനി ആരാണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി? ബിസിനസ്സുകൾ ചെയ്തോ അല്ലെങ്കിൽ പാരൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള വളരെയധികം പൈസയുള്ള ആൾക്കാർ പല ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബിസിനസ് മാത്രമല്ല, പ്രോപ്പർട്ടീസ് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്ഥിരമായി ഒരു വരുമാനം ലഭിക്കുന്നു, അതും പല സോഴ്സിൽ നിന്ന് വരുമാനം ലഭിക്കുന്നു. ഇപ്പോൾ ഒരു വ്യക്തി ഒത്തിരി അദ്ദേഹത്തിന് ക്യാപിറ്റലുണ്ട്, അദ്ദേഹം പലതരത്തിലുള്ള ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ പലതരത്തിലുള്ള ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തത് ചിലത് നഷ്ടം വരാം, ലാഭം വരാം. അതേപോലെ തന്നെ ചില ബിസിനസ്സുകൾ റൺ ചെയ്യുന്നു, അദ്ദേഹം ആ റൺ ചെയ്യുന്ന ബിസിനസ് ലാഭത്തിൽ ഓടുന്നു. ആ ലാഭം അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം അദ്ദേഹത്തിന്റെ എക്സ്പെൻസിനേക്കാളും കൂടുതലുണ്ട്. അദ്ദേഹം കിട്ടുന്ന വരുമാനം മൊത്തം അദ്ദേഹത്തിന് ചെലവഴിക്കാൻ സാധിക്കുന്നതിന് എന്താ സംഭവിക്കുക? ബാലൻസ് വരുന്ന അദ്ദേഹത്തിന്റെ വരുമാനം അദ്ദേഹത്തിന് റീഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അദ്ദേഹം വേറെ കാര്യങ്ങളിൽ അത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയാണ്, നമ്മൾ പണ്ട് കുറച്ചു കാലം മുമ്പ് നമ്മൾ റബ്ബർ തോട്ടം വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമ്മൾക്ക് റബ്ബർ വെട്ടി നല്ല വരുമാനം കിട്ടുമായിരുന്നു. ഇപ്പൊ റബ്ബർ തോട്ടം വാങ്ങിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. അല്ല, നമ്മൾ മുടക്കുന്ന പൈസയിൽ നിന്ന് സ്ഥിരമായിട്ടൊരു വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പല സോഴ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇൻവെസ്റ്ററെ സംബന്ധിച്ച്. അത് ഷെയർസിലായിരിക്കാം, പ്രോപ്പർട്ടീസിലായിരിക്കാം, പലതരത്തിലുള്ള. ഇപ്പോൾ ആൾക്കാർ പറയും നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ പറയും നമ്മുടെ കയ്യിലുള്ള, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള അസറ്റ്സും നമ്മുടെ കയ്യിലുള്ള ലയബിലിറ്റീസും എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ബിൽഡിങ്, നമുക്കൊരു വീടുണ്ട്, നല്ലൊരു വീട്, വളരെ ഒരു 500 സ്ക്വയർ ഫീറ്റിൻ്റെ അല്ല 5000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുണ്ടെന്ന് വിചാരിക്കുക. ആ വീട് നമ്മൾ വിചാരിക്കുന്നത് ഒരു അസറ്റാണെന്ന്. ഇല്ല, അസറ്റല്ല. നമ്മളുടെ വീട് അസറ്റല്ല, അതൊരു ലയബിലിറ്റിയാണ്. കാരണം നമ്മൾ വർഷാവർഷം അല്ലെങ്കിൽ അത് മെയിൻ്റനൻസ് നടത്തണം, അതിലേക്ക് കാശ് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് പെയിന്റ് ചെയ്യണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ചിലവാക്കണം. അപ്പോൾ എന്തൊരു പ്രോപ്പർട്ടിയും നമ്മളുടെ പൈസ അങ്ങോട്ട് പോകുന്നു, നമ്മുടെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതൊന്നും നമ്മളുടെ അസറ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. അസറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് വരുമാനം ഇങ്ങോട്ട് കിട്ടുന്ന പ്രോപ്പർട്ടിയോ എന്തായിരുന്നാലും അതിനെയാണ് നമുക്ക് അസറ്റ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആൻ അസറ്റ്. കാരണം അതിൽ നിന്ന് എല്ലാ മാസം നിങ്ങൾക്ക് റെന്റ് ലഭിക്കുന്നു, അതിനെ അസറ്റ് എന്ന് വിളിക്കാൻ സാധിക്കും. ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു അസറ്റാണ്. അസറ്റിന്റെ കാരണം മാസം നിങ്ങൾക്ക് വരുമാനം കിട്ടുക മാത്രമല്ല, ബിൽഡിംഗ് ആണെങ്കിൽ അത് അപ്രിഷിയേറ്റ് ചെയ്യും. അത് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ആ വീടിന് അല്ലെങ്കിൽ ആ ഭൂമിക്ക് വില കൂടുതൽ കിട്ടിയെന്നിരിക്കും.
അപ്പോൾ അതേസമയം നമ്മുടെ സ്വന്തം വീടാണെങ്കിലോ അവിടെ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്നു, അതിൽ നിന്ന് വരുമാനം ഇല്ല, നമ്മളത് ഇയർലി മെയിൻ്റനൻസും ഒരു 5 വർഷം കൂടുമ്പോൾ പെയിൻറ്റ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ഇയർലി മെയിൻ്റനൻസിന് നല്ലധികം പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകും. അതുകൊണ്ട് ഒരു ലയബിലിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കണം. അത് കുറച്ച് കഴിയുമ്പോൾ അത് ഇടിച്ച് പൊളിച്ച് നിരത്തി മക്കളായിട്ട് ചിലപ്പോൾ അതൊരു വേറെ വീട് പണിയേണ്ട അവസ്ഥ വരും. പിന്നെ നമ്മൾ നമ്മളൊരു കാറ് വാങ്ങിച്ചു. നമ്മുടെ ധാരണ കാറ് എന്ന് പറയുന്നത് അസറ്റാണ്. അല്ല, നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന കാർ അസറ്റല്ല, അതൊരു ലയബിലിറ്റിയാണ്. കാരണം നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ അങ്ങോട്ട് പോകുന്നു. അതായത് പെട്രോൾ അടിക്കുക, മെയിൻ്റനൻസ് നടത്തുക, സർവീസ് കാലാകാലങ്ങളിൽ ഷോറൂം വിളിച്ച് പറയുന്നതനുസരിച്ച് നമ്മൾ സർവീസ് ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകും. പക്ഷേ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കാർ ഒരു ടാക്സി ആയിട്ട് ഓടിക്കുന്നത് അതൊരു അസറ്റാണ്. കാരണം ആ കാറിൽ നിന്നും വരുമാനം കിട്ടുന്നു. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സാധനവും നമ്മളുടെ അസറ്റും ലയബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതാണ് ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹം ഇൻവെസ്റ്ററായ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത ബിസിനസ്സോ എന്താണോ വരുമാന സ്രോതസ് അതിൽ നിന്ന് മിച്ചം പിടിച്ച് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസസിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുത്ത് ആ കിട്ടുന്ന വരുമാനം പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനാണ് ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുക. അതിലേറ്റവും ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിലും വരുമാനം ഉണ്ടാക്കുകയും അത് വളരുകയും ചെയ്യുന്നതിനാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള വ്യക്തികളെ നമുക്ക് നോക്കാം. ലോകത്തിലെ 80% ആൾക്കാരും ഈ കാറ്റഗറിയിലാണ് പെടുന്നത്. പണ്ടൊക്കെ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ 80% ഏകദേശം ഒരു 50% എംപ്ലോയീസ് ആയിരുന്നു. ഇപ്പോൾ എംപ്ലോയീസ് കുറവാണ്, സെൽഫ് എംപ്ലോയീസ് ആണ് കൂടുതൽ. കാരണം എംപ്ലോയ്മെൻറ്റ്, ആ പഴയ എംപ്ലോയ്മെൻറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. അത് എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ സാധിച്ചില്ല. ഇൻഡസ്ട്രി വളർന്നതനുസരിച്ച് കുറച്ച് കാലത്തിൽ ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് കുറച്ച് എംപ്ലോയ്മെൻറ്റ് കൂടി. ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എംപ്ലോയീസിൻ്റെ എണ്ണം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം എംപ്ലോയീസിൻ്റെ ആവശ്യമില്ലാത്തൊരു സ്ഥിതി വന്നു. അതേസമയം സെൽഫ് എംപ്ലോയീസ് കൂടി. സെൽഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കട്ടെ, ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർ, ലോകത്തിൽ 80% ആൾക്കാരും ലെഫ്റ്റ് സൈഡിലാണ്. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ആൾക്കാർ നോക്കി അവർ 20% മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു ഭീകരാവസ്ഥ എന്ന് പറയുന്നത് ലോകത്തിലെ സമ്പത്തിൻ്റെ 80% ഈ റൈറ്റ് സൈഡിലുള്ള വ്യക്തികളുടെ കയ്യിലാണ്. അതായത് റൈറ്റ് സൈഡിലുള്ള 20%-ൻ്റെ കയ്യിലാണ് ലോകത്തിൽ വെൽത്ത് മുഴുവനിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലുള്ള 80% ആളുകൾക്ക് അവർക്ക് ലോകത്തിൻ്റെ 20% മാത്രമേ വെൽത്ത് കയ്യിലുള്ളൂ. അതൊരു വിരോധാഭാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ എംപ്ലോയീസിനും സെൽഫ് എംപ്ലോയീസിനും 80% ലോകത്തിലുണ്ടെങ്കിലും അവർക്ക് ലോകത്തിലെ സമ്പത്തിൻ്റെ 20% മാത്രമേ ഉള്ളൂ. അതേസമയം ഒരു ബിസിനസ്സുകാരനും ഇൻവെസ്റ്ററും ഈ ലോകത്തിൻ്റെ 20% അവരുള്ളൂ എങ്കിൽ കൂടി അവർക്കാണ് ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ 80% കൈവച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദോസ് ഹു ഹാവ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ദേ ആർ എൻ്റർപ്രനേഴ്സ്. അതായത് നമ്മൾക്ക് ഇപ്പോഴുള്ള വരുമാന സ്രോതസ് എന്ന് പറയുന്ന ഏത് സമയത്തും ആർക്കും ഇന്ന് പോകാവുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സോഴ്സ് ഓഫ് ഇൻകം ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യം. എന്തുകൊണ്ടാണ് ആളുകൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു. ഒരു ജോലിക്കാരനെ സംബന്ധിച്ചാണെങ്കിൽ അപ്പോൾ ഇതിനകത്തുള്ള യഥാർത്ഥത്തിൽ ലോകത്തിൽ വേണ്ട എന്ന് വന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഹെൽപ്പ് മോർ പീപ്പിൾ ടു ബിക്കം എൻ്റർപ്രനേഴ്സ്. അതായത് മറ്റുള്ള ആൾക്കാർക്ക്, അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത്, അതായത് ആളുകളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവനാണ് ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത്. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ എൻ്റർപ്രണർ ആവുന്നത്. ബിസിനസ് ജസ്റ്റ് ബിസിനസ്സിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയയും ഒരു പൊതു തത്വം ഞാനിവിടെ അവതരിപ്പിക്കാനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ ഇതാണ് നമുക്ക് പൊതുവായിട്ടുള്ള ഒരു കാര്യം. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ, നമ്മൾ ചിന്താഗതിയിൽ ചെറിയ മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ചിന്തിച്ചിരുന്ന പലതുമല്ല പല സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്ക്, അതായത് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിൽ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് ഇൻഡസ്ട്രിയൽ ഏജിൻ്റെ എഡ്യൂക്കേഷനാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്.
അതായത് ഒരു ജോലി ലഭിക്കാനുള്ള എഡ്യൂക്കേഷൻ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പ്രായോഗികമായിട്ട് അതായത് നമ്മൾ കുറച്ച് ഫോർവേഡ് ചിന്തിക്കാനുള്ള കഴിവോ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇൻഡസ്ട്രിയൽ ഏജിൽ ഒരു ജോലിക്കാരനാക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ വഴി നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ആവേണ്ടത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു നല്ല വ്യക്തി പൗരനാകുന്നതിനെ കുറിച്ചോ ഒന്നുമുള്ളൊരു ഇൻഫർമേഷനോ ഒന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊടുക്കില്ല. കുറച്ച് സബ്ജക്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ആ സബ്ജക്റ്റ് കൊണ്ട് ഇപ്പോൾ ജീവിക്കാൻ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്വയം ഞാനീ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രായത്തിൽ അറിയുന്നില്ല. അത് നിങ്ങൾ ചെറുപ്പക്കാരാണെങ്കിലും നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റ് സംവിധാനത്തെയോ ഈ പറയുന്ന പ്രകൃതിയെയോ ഈ പറയുന്ന ഒന്നിനെയും, അതായത് ആൾക്കാർ പറഞ്ഞത് ഗവൺമെൻറ് ശരിയല്ല, രാഷ്ട്രീയക്കാർ ശരിയല്ല, പോലീസ് ശരിയല്ല, ഉദ്യോഗസ്ഥർ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. സംവിധാനം അങ്ങനെയായി. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിച്ചാൽ മാത്രമേ അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കി വേണ്ടിയാണ് ഞാനും വീഡിയോ ചെയ്തത്. താങ്ക് യു വെരി മച്ച്.